നമസ്തേ, ഞാൻ ഷീബ രാമചന്ദ്രൻ. ഞാൻ അറിയുന്ന പ്രവാചകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതെന്റെ സൗദി അറേബ്യയിലെ പ്രവാസ ജീവിത കാലഘട്ടം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ നന്ദിയോടെ ആ കാലഘട്ടത്തെ സുഹൃത്തുക്കളെയും അതുപോലെ അവിടെ മുസ്ലിം വേൾഡ് ലീഗ് റാബിത്ത മക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാബിത്ത നടത്തിയ ഒരു ഗവേഷണ പ്രബന്ധ രചനാ മത്സരമുണ്ടായിരുന്നു. ഇംഗ്ലീഷിലും അറബിയിലും എഴുതാൻ സാധിക്കുന്ന അത് ദി എത്തിക്സ് ആൻഡ് വാർ ഒബ്സർവ് ഡ്യൂറിംഗ് പ്രൊഫറ്റ് സിറാത്ത് എന്നുള്ള വിഷയം, പ്രവാചകന്റെ കാലഘട്ടത്തിലെ യുദ്ധത്തിന്റെ ധാർമ്മികത എന്നുള്ള വിഷയത്തിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അന്നത് ശ്രമിച്ചത്. അന്ന് ഇപ്പോൾ അവിടെയുള്ള നിരവധി മലയാളി സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചിരുന്നു. ഈ വേളയിൽ ഞാൻ അവരെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രവാചക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചോ പറഞ്ഞ തീരുന്നില്ല എന്ന് പറയുമ്പോൾ അത് വിശുദ്ധ ഖുർആനിലെ പദം തന്നെ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. 31:27 പറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വൃക്ഷങ്ങളും പേനയാവുകയും അതുപോലെ സമുദ്രത്തിലെ ജലം മഷിയാവുകയും അതിലേക്ക് 7 സമുദ്രങ്ങൾ കൂടി യോജിക്കപ്പെട്ടാൽ പോലും വിശുദ്ധ ഖുർആനെ വിശദീകരിക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല. അത്രമാത്രം മഹത്തരവും ബൃഹത്തരവുമാണ് എന്നിരിക്കെ ഞാൻ അറിയുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മാനവികതയുടെ പ്രവാചകനാണ്. 3 തലത്തിൽ ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വളരെ നല്ലൊരു കുടുംബനാഥൻ എന്നുള്ള തലത്തിൽ. 2, നല്ലൊരു ഭരണകർത്താവ് എന്നുള്ള നിലത്തിൽ. 3, കാരുണ്യത്തിന്റെ നീതിയുടെയും മഹത് വ്യക്തിത്വം എന്നുള്ള രീതിയിലാണ്. അത് 3നെ കുറിച്ചും പറയുമ്പോൾ കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ സ്വന്തം മാതാവിന്റെ പാതാരവിന്ദങ്ങളിലാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സ്ത്രീകളെയും അമ്മയെയും ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അതുപോലെ മാതാപിതാക്കളോട് ഛേ എന്നൊരു വാക്ക് പോലും പറയരുതെന്ന് പഠിപ്പിച്ച സ്നേഹപ്രവാചകൻ. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ ശപിക്കരുത്, ഭാര്യമാരെ ദേഷ്യപ്പെട്ടു പോലും നോക്കരുത്, ദേഷ്യത്തോടെ നോക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അതുകൂടാതെ ഒരു പിതാവിന്റെ വിയർപ്പാണ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് പഠിപ്പിച്ച് മിതവ്യയത്തെക്കുറിച്ചും അതുപോലെ കുടുംബത്തിലെ ആരോഗ്യം ഉൾപ്പെടെ മറ്റെല്ലാ തലങ്ങളിലുമുള്ള പരസ്പര സ്നേഹ സൗഹാർദ്ദത്തെക്കുറിച്ചും തീന്മേശയിലെ ചതികളെ കുറിച്ചെല്ലാം പഠിപ്പിച്ച ഒരു നല്ലൊരു ഉത്തമ കുടുംബനാഥൻ എന്നുള്ള തലത്തിൽ, നല്ലൊരു നീതിമാൻ എന്നുള്ള തലത്തിൽ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള തലത്തിൽ നോക്കിക്കാണുമ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത് ലക്കും ദീനിക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ്, എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം എന്ന് പറഞ്ഞ് മതങ്ങൾ തമ്മിൽ യാതൊരു സ്പർദ്ധ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതര മതസ്ഥരോടുള്ള പ്രവാചകന്റെ സമീപനം വളരെ ഉദാത്തവും മാതൃകാപരവും ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, ഭർത്താക്കന്മാർക്ക് വിവാഹമോചനം സാധ്യമാകുന്നത് പോലെ തന്നെ ഭർത്താക്കന്മാരിൽ നിന്ന് നീതി ലഭിക്കാതിരിക്കുകയോ തൃപ്തി ലഭിക്കാതെയോ ചെയ്യുന്ന സ്ത്രീകൾക്ക് വിവാഹമോചനം സാധ്യമാക്കിക്കൊണ്ട് പുരുഷനും സ്ത്രീക്കും തുല്യ നീതി ഉറപ്പാക്കിയ ഒരു നീതിമാൻ കൂടിയാണ്. കറുകറുത്ത വെളുവെളുത്ത സൽമാൻ ഫാരിസിനെയും അതുപോലെ കറുകറുത്ത ബിലാലിനെയും ഒരേ നിരയിൽ കൊണ്ടുവന്ന് വർണ്ണവിവേചനത്തിനെതിരെ അവരെ അണിനിരത്തിക്കൊണ്ട് കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല, സമൂഹത്തിൽ എല്ലാ മനുഷ്യരാണെന്ന് കാണിച്ച മഹാപ്രവാചകൻ. അതിനേക്കാൾ ഉപരി തന്റെ അയൽവക്കത്ത് താമസിക്കുന്നവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അവരെ ഊട്ടണം എന്ന് പറഞ്ഞ പ്രവാചകൻ. അതുപോലെ ഏറ്റവും മഹത്തരമാണ്, ജോലി ചെയ്തവർക്ക് അവരുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് തന്നെ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞ വളരെ നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവ്. തീർച്ചയായിട്ടും ഞാൻ എന്റെ മതത്തിൽ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ എന്റെ സഹോദര മതങ്ങളെ അറിയുന്നതിനും ബഹുമാനിക്കുന്നതിനുമുള്ളൊരു ശ്രമം മാത്രമാണ് ആ കാലഘട്ടത്തിൽ നടത്തിയത്. ഇപ്പോഴും അതിന്റെ പഠനത്തിൽ തന്നെയാണ്. എന്നിരിക്കെ ഇസ്ലാമിന്റെ സത്യതയും തത്വങ്ങളുടെ യുക്തിഭദ്രതയും ഇസ്ലാമിക മൂല്യങ്ങളുടെ പ്രായോഗികതയും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെ അദ്ദേഹം പറഞ്ഞ ചര്യകളും അതുപോലെ അദ്ദേഹത്തിന്റെ മഹത് വചനങ്ങളും സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.